ഹേയ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പള്ളിപ്പുറത്ത് ചെന്നപ്പോൾ അവിടെ തൈലം കാച്ചി വിൽക്കുന്ന ഒരാളെ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികെ ചെന്ന് നോക്കിയപ്പോൾ 100-ൽ പരം ആയുർവേദ മരുന്നുകളും ഒരുപാട് ഐറ്റംസ് ആയിട്ടുള്ള എണ്ണകളും പലവിധ എണ്ണകളും ഉണ്ട്. അത് ഉപയോഗിച്ച് കാച്ചിയിട്ടുള്ള ഒരു പ്രത്യേക തരം തൈലം ആളുകൾക്ക് കൊടുക്കുന്നു. ചില ആളുകളൊക്കെ അവിടെ വന്നാൽ തന്നെ തൈലം തേച്ച് ഒഴിഞ്ഞാൽ പെട്ടെന്ന് വേദന മാറുന്ന അല്ലെങ്കിൽ ആശ്വാസം കിട്ടുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമസ്കാരം. ഉണ്ടാകുന്ന സമയത്ത് ഔഷധം വെറുതെ താൽക്കാലികമായിട്ടല്ല കാലിപ്രമാണത്തിൽ ഉപയോഗിച്ചപ്പോൾ എന്താണ് ഇപ്പോൾ എന്താ തൈലം, എന്തിൻ്റെ പേരെന്താണ്? കളരിവർമാണി തൈലം. നിങ്ങൾ പാരമ്പര്യമായിട്ടുള്ളതാ? സ്ഥലം എവിടെ നിന്ന് പറഞ്ഞത്? പാങ്ങര് അല്ലേ? നിങ്ങളെ വീട്ടിലെങ്ങനെ ഒഴിച്ചല് പറ്റുള്ള ആ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നടക്കണ്ടോ? ഇല്ലല്ലേ, തൈല കച്ചവടം മാത്രം. പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ ഈ ഔഷധം നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കാൽമുട്ട് നൊമ്പരമാണ്. കാലിന് മുട്ട് നൊമ്പരമായിട്ട് മടക്കി കക്കൂസിൽ പോലും ഇരിക്കുവാൻ സാധിക്കാതെ കാൽമുട്ട് നൊമ്പരം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ കാൽമുട്ട് നൊമ്പരത്തിന് വൈകുന്നേര സമയത്ത് മുണ്ട് നല്ലപോലെ പൊക്കി കൊടുത്ത് കാൽമുട്ടിന് ചുറ്റും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കാൽമുട്ട് ചവിട്ടി തള്ളി നിവർത്തി കൊടുക്കുക. മടക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്. അരിമുട്ട് വാദമാണ്, വാദം നിരക്കെട്ടാണ്, വെള്ളക്കെട്ടാണെന്നൊക്കെ വിധി എഴുതിയ ആ കാൽമുട്ട് നൊമ്പരം മടക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. 3 ദിവസം കൊണ്ട് ആ കാൽമുട്ട് മടങ്ങും. തുടർച്ചയുടെ ഒരാഴ്ചക്കാലം ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ആ കാൽമുട്ട് നൊമ്പരം മാറ്റിയെടുക്കൊണ്ട് ആ വാദം നീർക്കെട്ടിനെ പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത ആളുകൾ പെടലിക്ക് നൊമ്പരമാണ്. ആരെങ്കിലും പുറകിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആന വട്ടം തിരിയുന്ന രീതിയിൽ ശരീരം മൊത്തമായിട്ട് തിരിഞ്ഞു നോക്കണം, കഴുത്ത് തിരിയില്ല. അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ ഒന്നിങ്ങോട്ട് കടന്നു വരണം. ഒരു നേരം ഒന്ന് സൗജന്യമായി നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കണം. ഇതിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരിമയിളക്കി മാറ്റാം. ആ പെടല് തിരിയും. അതുപോലെ കൈയുടെ ജോയിന്റിന്റെ ഉള്ളില് നീര് കെട്ടിക്കിടന്നിട്ട് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് കൈ പൊക്കാൻ സാധിക്കാത്ത ആളുകൾ അതായത് 4 മാസത്തിൽ ഒരിക്കൽ കടന്നുവന്നുകൊണ്ട് നിരന്തരമായി വിതരണം ചെയ്യുന്ന അതേ സ്ഥലങ്ങളിൽ കടന്നുവന്ന് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അനുഭവങ്ങൾ കൊണ്ട് വിധി എഴുതിയതാണ്. ഒന്ന് തിരിച്ചു നോക്ക്. കണ്ടോ, ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി നോക്കാം. മണിക്കൂറുകളായി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. എന്താണ് തിളയ്ക്കുന്നതിനായി കൈ മുക്കിയിട്ട് നിങ്ങൾ കൊള്ളാത്തത്? നിങ്ങൾ മുക്കി നോക്കിയവരാണ്. വരുന്ന ആളുകൾ, പുതിയതായി വന്ന് നിൽക്കുന്ന ആളുകൾക്കൊന്ന് മുക്കി നോക്കുക. എന്താണ് മുക്കിയിട്ട് കൊള്ളാത്തത്? നമുക്കറിയാം, ഒറ്റമൂലി മരുന്നുകൾക്ക് കരുത്തുണ്ട്. എന്താണ് ഒറ്റമൂലി മരുന്നിന്റെ കരുത്ത്? നാം 10,000-കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് മാറ്റുവാൻ ശ്രമിച്ചിട്ട് മാറിയിട്ടില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് പറമ്പില് നാം അറിയാതെ കിടക്കുന്ന, നാം ചവിട്ടിക്കൂട്ടി കളയുന്ന ആ ഒറ്റമൂലി മരുന്നുകൾ നമ്മളുടെ 10,000-കൾക്ക് ലാഭമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി കാമോട് ഉപയോഗിച്ചിരുന്നു. പൊന്നക്കയെണ്ണ മാത്രം ശരീരത്തിൽ ലേപനം ചെയ്ത് മാറ്റിയിരുന്നു. ആ പൊന്നക്കയെണ്ണയും ഒറ്റമൂലി മരുന്നുകളും കൂടി സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിങ്ങൾ കണ്ടത്. ആ 66 തരം മരുന്നുകൾ അതിന് ഉത്തേജനം നൽകുന്നു. അതിന്റെ കരുത്താണ് നിങ്ങൾ കാണുന്നത്. വെളിച്ചെണ്ണ നല്ലെണ്ണയോ ഇതിലില്ല. ആ തിളയ്ക്കുന്നത്, വീട്ടിൽ തിളയ്ക്കുന്ന എണ്ണയോ ചായയോ ചൂടുവെള്ളോ കഞ്ഞിയാണെയോ നമ്മുടെ ശരീരത്തിൽ ഒരു തുള്ളി ഒന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകളെ കൊണ്ട് അവിടെ പോളം ഉണ്ടാകും. അത് പൊട്ടി വെള്ളം ഉറങ്ങുവാൻ സാധിക്കാതെ വാവിട്ട് കരയുന്ന വാർത്തക്കുമ്പോഴേ മാതാപിതാക്കളുടെ ആ വാദത്തെരിപ്പിനെയോ വാദമരവിപ്പിനെയോ കടച്ചിലിനെയോ പുകച്ചിലിനെയോ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞാൽ നാം മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ്. നാം എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അനുഭവമില്ല എങ്കിൽ മുടക്ക് മുതൽ തിരിച്ചു നൽകാമെന്ന ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ധരിക്കേണ്ട കേട്ടോ. പണം തിരിച്ചു തരാമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങളെ ഇവിടെ തപ്പുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കൃത്യമായ ഫോൺ നമ്പറുകളും മേൽവിലാസവും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്ക്. കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും. ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾ കൃത്യമായി ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഔഷധം